ഈ ഒരു ഐറ്റം നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സീ ഫുഡ് ബിരിയാണിയാണ്. അപ്പോൾ നമ്മുടെ ഞണ്ടും കൂന്തലും ചെമ്മീനും കല്ലുമ്മക്കായൊക്കെ ഇട്ടിട്ടുള്ള ഒരു കിഡിലൻ ബിരിയാണി. അപ്പോൾ എന്തായാലും എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യാൻ കേട്ടോ. ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്ക്, എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് ഇപ്പം തന്നെ ഒന്ന് ചെയ്തേക്കേട്ടോ. അതുപോലെ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ഇമോജിയെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1.5 ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ഫുള്ളും പിന്നെ അതിൻ്റെ ഹാഫും അങ്ങനെ എന്നിട്ട് എടുത്തിട്ടുള്ളത്. കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്, ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ചതച്ചിട്ടെടുക്കാം. ഇനി നമുക്കിവിടെ വേണ്ടത് മീഡിയം സൈസിലുള്ള 3 ഉള്ളി, രണ്ടെല്ലാം മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതാണ് കേട്ടോ, വലുതാണെങ്കിൽ 2 എടുത്താൽ മതി. പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും ഒരു കൈപ്പിടി നിറയെ പുതിനയും എടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ അങ്ങനെ മറ്റുള്ള മസാലയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ചെമ്മീൻ്റെയും കൂന്തൻ്റെയും ഞണ്ടിൻ്റെ ഒക്കെ ഫ്ലേവർ തന്നെ മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് മസാല ഉണ്ടാക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/4 കിലോ ഞണ്ട്, 1/4 കിലോ ചെമ്മീൻ, 1/4 കിലോ കല്ലുമ്മക്കായ്, 1/4 കിലോ കൂന്തൽ, അങ്ങനെ 1 കിലോ ആണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ ഞണ്ട് 1/2 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിന്, അത് ഒക്കെ വൃത്തിയായി കഴിയുമ്പോൾ എന്തായാലും 1/4 കിലോന് അങ്ങനെയല്ലേ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഇതിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനത് ചേർക്കാൻ വിട്ടുപോയി, ഞാൻ പിന്നെ മസാലയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പം ഇതിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തോ. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്തിട്ട് നല്ലപോലെ കൈവച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എനിക്കത് കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു വലിയ ടേബിൾ സ്പൂണോളം തന്നെ നിങ്ങൾ ചേർത്ത് കൊടുത്തോ, അപ്പോഴാണ് നല്ല ഫ്ലേവർ ഉണ്ടാവുക. അപ്പം അതേ ഞാൻ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ജസ്റ്റ് അതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തു. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ടൈം ആകുമ്പോഴേക്കും അത് സെറ്റായി കിട്ടിക്കോളും. ഇനി നമുക്കൊരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 3 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ നമുക്ക് ഗീയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പം ഇതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ ചെറിയൊരു പീസ് ബേ ലീഫ്, പിന്നെ ഒരു ചെറിയ പീസ് ഉള്ളിയും കൂടി സവോളയില്ലേ അതും കൂടി അരിഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം. അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ടുണ്ടായിട്ടില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ അങ്ങനെ ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി. ഞാനിവിടെ 3 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ജീരകശാല അരി 3 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml 3 കപ്പ്, അപ്പോൾ ഏകദേശം ഒരു 3/4 കിലോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തിട്ടെടുക്കുക. കൂടുതൽ അങ്ങനെ വറുക്കണ്ട, ഒരു മീഡിയം ഒരു ലെവലിൽ വറുത്തിട്ടെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 3 കപ്പിന് 4.5 കപ്പല്ല, ഞാൻ 5 കപ്പാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിലല്ലേ നമ്മൾ വെള്ളം എടുക്കൽ. അതിൽ ഞാൻ ഒരു 1/2 കപ്പും കൂടി കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അരി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ചില അരിക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും, ചിലതിന് വെള്ളം കുറവ് മതിയായിരിക്കും. ഇപ്പോഴത്തെ അരിയൊക്കെ അങ്ങനെയൊക്കെയല്ലേ, അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 5 കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പം അതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കുക. അപ്പം കൂടുതൽ അങ്ങനെ വറ്റി ഇതാവണ്ട, ജസ്റ്റ് ഒന്ന് വറ്റി വരുമ്പം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലെയിം നല്ലപോലെ ഒന്ന് സിമ്മിലാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം ഒന്നുകൂടി വേവിച്ചിട്ടെടുക്കാൻ. പിന്നെ ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ അതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഹോളില്ലാത്ത അടപ്പായതുകൊണ്ട് നമുക്ക് പിന്നെ കവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഹോളുള്ളതാണെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് കിഡിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കറക്റ്റ് വേവൊക്കെ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ചില വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്പി പിന്നെയും ചോദിക്കലുണ്ട്. അപ്പം വേറെ വീഡിയോൻ്റെ ലിങ്കൊന്നും അയക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയതാണ്. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല അടിപൊളിയായിട്ടുണ്ട്, നമുക്ക് നെയ്ച്ചോറ് കിട്ടും. പിന്നെന്താ, ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ മസാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുക. അതിലോട്ട് ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ഫിഷില്ലേ അതൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല, ഒരു 10 മിനിറ്റൊക്കെ വേണ്ടി വരും. കാരണം ഇതൊക്കെ പെട്ടെന്ന് വേവുന്ന സംഭവങ്ങളല്ല. ഞണ്ടും പെട്ടെന്ന് വേവും കേട്ടോ, അങ്ങനെ കൂടുതൽ വേവൊന്നുമില്ല.
ബാക്കിയൊക്കെ വേവുന്നതിൻ്റെ കൂടെ തന്നെ അതും വെന്തോളും. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു നല്ലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിക്കുക. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ഈ ഒരു സ്റ്റോക്കില്ലേ, ഇതാണ് കേട്ടോ നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ഡ്രൈ ആയിട്ട് നിങ്ങൾ വറ്റിച്ചിട്ട് എടുക്കണ്ട, ഈ ഒരു ലെവൽ ആകുമ്പോൾ തന്നെ അപ്പോഴേക്കും എന്തായാലും വെന്തോളും. അഥവാ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തോ. നമുക്ക് ഈ ഒരു സ്റ്റോക്കാണ് കേട്ടോ എന്തായാലും ഇതിന് ആവശ്യം, നമ്മുടെ മസാലയ്ക്ക് ടേസ്റ്റ് കൊടുക്കുന്ന ഈ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്തായാലും വെന്തിട്ടുണ്ട്, ആ ഒരു സ്റ്റോക്കോട് കൂടിയിട്ട് തന്നെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ആ ഒരു പാനിന് മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. ഇനി അതിലോട്ട് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവോളയില്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിന് ശേഷം വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഓയിലിൽ കുറച്ച് കൂടുതലൊന്നും ഫുള്ളൊന്നും ചേർക്കേണ്ട, കുറച്ച് ചേർത്ത് കൊടുക്കുക. അത് ചതച്ച് വെച്ചത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ, എന്നിട്ട് സവോള ചേർക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് സവോള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിതിൽ മറ്റുള്ള സ്പൈസസ് ഒന്നും ഇടുന്നില്ല കേട്ടോ, കാരണം ഫിഷിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നെയ്ച്ചോറിലൊക്കെ ഇട്ടതല്ലേ, അതുകൊണ്ട് ബാക്കിയുള്ള പട്ട ഗ്രാമ്പു അതൊന്നും ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് നമ്മൾ എന്തായാലും മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു ഉള്ളി ആവുന്ന സമയത്ത് ഞാനിവിടെ 1/2 കപ്പ് തൈരിലോട്ട് ഒരു 10 കാഷ്യോളം ഇതിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ചതാണ്. നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം കുതിർത്ത് വെക്കുക കാഷ്യൂ, എന്നിട്ട് ഒന്നിച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി നമ്മുടെ ഈ ഒരു സവോള കണ്ടില്ലേ, നല്ല പോലെ തന്നെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി നല്ലപോലെ ഒരു പച്ചമണക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു തക്കാളിയും കൂടി നല്ലപോലെ ഒന്ന് വെന്ത് വരണം. അതെ, അപ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് തക്കാളിയൊക്കെ വരും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു തക്കാളി ഒന്ന് പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി തക്കാളിയും കൂടി നല്ലപോലെ സോഫ്റ്റായി കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. വലിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി പകുതി ചേർത്ത് കേട്ടാം. ടീസ്പൂണിലാണെങ്കിൽ 1 ടീസ്പൂൺ നിറച്ചെണ്ണ ചേർത്ത് കൊടുത്തോ. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ മാത്രം ആ ഒരു പച്ചമണക്കം മാറിക്കഴിഞ്ഞാൽ മാത്രം മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതും കൂടി ഒന്ന് നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് അതിന് ശേഷം വേണം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടില്ല ഈ ഒരു ഫിഷൊക്കെ, അത് ആ ഒരു സ്റ്റോക്കോട് കൂടി തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അത് മാത്രം മതി, അതിലുള്ള ആ ഒരു വെള്ളം തന്നെ മാത്രം മതി. ഇനി ഇതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും സെറ്റായിക്കോളും. അപ്പോഴേക്കും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു തൈരും കാഷ്യൂ ഒക്കെ ഇല്ലേ, അതൊക്കെ നല്ലപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് ഈ ഒരു മസാലയിൽ ചേർത്ത് കൊടുക്കുക. ഇത് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഇതൊരു വീഡിയോയിൽ കണ്ടതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു മസാലയ്ക്ക്. ഈ ഒരു ടൈമിൽ ഒന്ന് നോക്കുക, ഉപ്പും പുളിയും അതുപോലെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഗരം മസാല പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റ് പോരാൻ തോന്നിയപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിഡിലനായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇന്ന് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് പൊരിച്ച ഉള്ളിയും അതുപോലെ തന്നെ നല്ലപോലെ ഫ്രൈ ചെയ്ത കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ കൂടി പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് നമ്മൾ ബിരിയാണി ദം ചെയ്യുമ്പം ഇടയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓരോന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കണ്ടല്ലോ, എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം അങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു നെയ്ച്ചോറ് ആ പോട്ടിൽ തന്നെയാണ് ഞാൻ ദം ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു നെയ്ച്ചോറ് ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ അടിയിൽ കുറച്ച് നെയ്ച്ചോറ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ദം ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ, അപ്പം അതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതിന് മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്ച്ചോറ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടില്ലേ മല്ലിയില പുതിനയിലയും സവോള ഫ്രൈ ആക്കിയതൊക്കെ, അപ്പം അതും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അടിയിൽ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, ഇതിൻ്റെ മുകളിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ വേണം നമ്മൾ ബാക്കിയുള്ള മസാല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 2-3 ലെയറായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്തോ. പക്ഷെ ഇങ്ങനെ ലെയറായിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ നമുക്ക് എല്ലാ ചോറിലും ആ ഒരു മസാലേൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടുക. അപ്പോൾ ഈ ഒരു നടുവിൽ ഈ ഒരു ലെയറിൽ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചോറും കൂടി ഞാൻ പറഞ്ഞല്ലോ ലെയറൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഞാനിത് 3-4 ലെയർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സവാളയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ മസാല വെച്ചിട്ട് വീണ്ടും ചോറ് വെച്ച് കൊടുക്കാം. അപ്പം ഇങ്ങനെ തന്നെയല്ല എല്ലാവരും ദം ചെയ്യൽ. ഞാൻ എല്ലാ ചോറിലും ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കൂടുതൽ ഒരു 3-4 എന്തായാലും 4 ലെയർ മറ്റും ആയിട്ടുണ്ടാവും അങ്ങനെ ചെയ്തിട്ടുള്ളത്.
ഇനി ബാക്കിയുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പും ഫ്രൈ ചെയ്ത ഉള്ളിയും അതൊക്കെ മുകളിൽ വെച്ചിട്ട് എന്തായാലും കുറച്ച് മുകളിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ രസമല്ല, എന്തായാലും മാറ്റി വെക്കണം കേട്ടോ. ഇനി ഇത് നല്ലപോലെ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ലോ ഫ്ലെയിമിൽ അങ്ങനെ തന്നെ ദം ചെയ്യാൻ വേണ്ടി വെക്കുക. ഹോളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ചു കൊടുക്കുക. എൻ്റെ നല്ല കട്ടിയുള്ള ഗ്ലാസിൻ്റെ അടപ്പായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതന്നെ വെച്ച് കൊടുത്ത്. ഇനി ഞാനിത് നല്ലപോലെ ദമ്മായതിന് ശേഷം ഒരു വലിയ വാഴയില എടുത്തിട്ട് അതിലാണ് കേട്ടോ സെർവ് ചെയ്ത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്, പിന്നെ വേറെ വേറെ അങ്ങനെ കഴിക്കണ്ടല്ലോ. എല്ലാവരും ഇങ്ങനെ ഒരു ഇലയിൽ നിന്ന് കഴിക്കുമ്പം ഒരു രസമല്ല, പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ആക്കി കഴിഞ്ഞാൽ. അപ്പം അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല നഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്കെങ്കിലും എല്ലാവരും ചെയ്യണേ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അടുത്ത വീഡിയോയിൽ അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.